എന്തായാലും നമ്മൾ ഏത് ടോപ്പിക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? എസ്റ്റിമേറ്റ് ഓഫ് ആർ സി സി റൂഫ് സ്ലാബ് എന്തൊക്കെയാണ് വരുന്ന എസ്റ്റിമേഷൻ? ഒന്ന് കോൺക്രീറ്റും പിന്നെ ഒന്ന് സ്റ്റീലുമാണ്. അപ്പം സ്റ്റീലിന്റെ എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ് എന്നും സ്റ്റീൽ ബാർസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഈ ഇന്നലത്തെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണുക. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നത് വേറെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എങ്ങനെയാണ് ഈ ബെൻഡപ്പ് ബാർസ് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ലെങ്ത് ചെറിയ മാറ്റം പറ്റുന്നതൊക്കെ പറഞ്ഞു. ഏതൊക്കെയാണ് ബെൻഡപ്പ് ബാർസ് എന്ന് പറഞ്ഞു. ബെൻഡപ്പ് ബാർസ് ആണെങ്കിൽ ഡോട്ടഡ് ലൈൻസ് ആണ്, അത് ഓൾട്ടർനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ബെൻഡപ്പ് ആണ്. 2 sides ബെൻഡപ്പ് ബാറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട്. മറ്റത് മെയിൻ സ്ട്രേറ്റ് ബാർസ്, അതെല്ലാം 12 mm ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്പേസിങ് ഓരോ തമ്മിൽ 12 cm ആണ് സ്പേസിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എല്ലാം 6 mm ബാർസ് അറ്റ് 18 cm സെന്റർ ഡിസ്റ്റൻസ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ റൂഫ് സ്ലാബിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇന്നലെ നമ്മൾ ചെയ്തത് എവിടം വരെയാണെന്ന് നോക്കാം. ഇന്നലെ നമ്മൾ ചെയ്തത് എന്താണ്? നമ്മൾ ആദ്യം ആർ സി സി വർക്കിന്റെ റീൻഫോഴ്സ്മെന്റ് കണ്ടുപിടിച്ചു. അത് എത്ര കിട്ടി നമുക്ക്? 2.5 മീറ്റർ ക്യൂബ് കിട്ടി. അതായത് നമ്മളുടെ ഈ സ്ലാബിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണ് ലെങ്ത്, 3 മീറ്റർ ആണ് എന്റെ സ്പാൻ. അപ്പം രണ്ട് സൈഡിലുള്ള ഒരു അപ്പാർട്ട്മെന്റും കൂടി ചേർത്താൽ, ബിയറിംഗ് കൂടി ചേർത്താൽ 15 cm ആണ് ബിയറിംഗ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡിലും എല്ലാ സൈഡിലും ചേർത്താൽ നമ്മളുടെ എഫക്റ്റീവ് സ്പാൻ 6.3 3.3 വരും. എന്നിട്ട് അത് വെച്ച് നമ്മൾ അതിന്റെ റീഇൻഫോഴ്സ്മെന്റ് കോൺക്രീറ്റ് ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. പിന്നെ ചെയ്തെന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ ബാർസ് തുറക്കപ്പെട്ടു. സ്റ്റീൽ ബാർസ് നമ്മൾ 12 mm ബാർസ് വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. 12 mm ബാർസ് വെച്ച് നമ്മൾ തുടങ്ങി. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഏതാണ് നമ്മൾ 12 mm ബാർസ്? ആദ്യം നമുക്ക് സ്ട്രെയിറ്റ് ബാർസ് ആണ് കണ്ടുപിടിച്ചത്. ഇത് സ്ട്രെയിറ്റ് ബാർസ് എവിടെയാണ് എഴുതുന്നത്? ഓക്കെ, സ്ട്രെയിറ്റ് ബാർസ് 27 നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. നമ്പർ എങ്ങനെ കണ്ടുപിടിച്ചത്? നമ്മളുടെ സ്ട്രെയിറ്റ് ബാർസ് ഏത് ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ്? 6.6 മീറ്റർ, അതായത് 6.3 ലോങ് സ്പാനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ മെയിൻ ബാർസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ 6.3 എടുത്തിട്ട് രണ്ട് സൈഡിലെ കവർ എന്ന് പറഞ്ഞാൽ 40 cm ആണ്. അപ്പോൾ 6.3 - 2 × 0.04 ഡിവൈഡ് ബൈ അതിന്റെ സ്പേസിങ്. അവരെ ഓരോ സ്ട്രെയിറ്റ് ബാർസും തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ 24 cm ആണ്. ഒരു സ്ട്രെയിറ്റ് ബാറും തൊട്ടടുത്തുള്ള ഒരു ബെൻഡപ്പ് ബാർ തമ്മിലുള്ള സ്പേസിങ് 12 cm ആണ്. പക്ഷെ രണ്ട് സ്ട്രെയിറ്റ് ബാർസ് തമ്മിലുള്ള ദൂരം 24 cm ആണ്. അപ്പോൾ ആ സ്പേസിംഗ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഒരു നമ്പർ ആഡ് ചെയ്ത് കൊടുത്തു. ടോട്ടൽ നമുക്ക് 27 നമ്പേഴ്സ് കിട്ടി. അങ്ങനെ നമുക്ക് 27 നമ്പർ ബാർ ഉണ്ട് സ്ട്രെയിറ്റ് ബാർസ് ആയിട്ട്. അതായത് 1, 2, 3, 4 അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് 27 ബാർസ് നമ്മൾ സ്ട്രെയിറ്റ് ബാർസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ വേറൊരു ലെങ്ത് കണ്ടുപിടിച്ചു. ലെങ്ത് എങ്ങനെയാന്ന് വെച്ചാൽ എന്താ ചെയ്തത്? 3 മീറ്റർ നമ്മളുടെ ഷോർട്ട് സ്പാൻ അലോങ് ആയിട്ടാണ് നമ്മളുടെ ലെങ്ത് എടുക്കുന്നത്. ടോട്ടൽ ലെങ്ത് അപ്പം 3 + 0.3 വരും. നമ്മൾ 50 cm രണ്ട് സൈഡിലുള്ള ബിയറിംഗ് കൂടി കൂട്ടിയിട്ട് അതിനകത്ത് രണ്ട് സൈഡിലും കവർ കുറയ്ക്കുക. പിന്നെ രണ്ട് ഹുക്കും ആഡ് ചെയ്യാം. അതായത് നമ്മളുടെ ബോട്ടത്തിൽ കാണുന്ന ഈ ബാറാണ് നമ്മൾ പറയുന്നത് സ്ട്രെയിറ്റ് ബാർ എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ബാർ. ടോട്ടൽ ലെങ്ത് 3 + 0.15 + 0.15, അപ്പോൾ 3.3 വന്നു. അതിനകത്ത് രണ്ട് സൈഡിലും കവർ കുറച്ചു. പിന്നെ രണ്ട് സൈഡിലെ ഹുക്ക് ഉണ്ട്, ബാറിന്റെ ഹുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് കിട്ടി 3.3 - 2 × 0.04 അതായത് ഇത് കവർ കുറച്ചു. പിന്നെ അതിന്റെ കൂടെ രണ്ട് സൈഡിലെ ഹുക്ക് 2 × 9 × 0.012. ഇതൊക്കെ ഞാൻ എഴുതുന്ന വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ പേപ്പറിൽ എഴുതുന്ന വാല്യൂസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ സ്ക്രീനിൽ? നിങ്ങൾ സത്യസന്ധമായിട്ടൊരു ഫീഡ്ബാക്ക് പറയാം ആരെങ്കിലും. കാണുന്നുണ്ട് സർ. കാണുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? ഞാൻ കുറച്ചും കൂടി വലുതായിട്ട് എഴുതാൻ ശ്രമിക്കാം. അപ്പം ഇത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? എന്താണ് നമ്മൾ സ്ട്രെയിറ്റ് ബാർസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓരോ സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് 3.4 മീറ്റർ ആണ്. സ്ട്രെയിറ്റ് മെയിൻ ബാറിന്റെ 27 നമ്പർ ബാർ ഉണ്ട്. ടോട്ടൽ ലെങ്ത് എന്ത് കിട്ടും? 27 നമ്പർ മൾട്ടിപ്ലൈ ബൈ ഓർലസിന്റെ ലെങ്ത് 27 × 3.44 ഏകദേശം 9.3 മീറ്റർ ആണ്. 92.9 മീറ്റർ 92.9 മീറ്റർ ആണ് എല്ലാ സ്ട്രെയിറ്റ് ബാറിന്റെ എല്ലാം കൂടെ ലെങ്ത് വരുന്നത്. ഈ രണ്ടാമത് എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ബെൻഡപ്പ് ബാർസ് ആണ്. അതാണ് 12 mm ബാർസ്. നെക്സ്റ്റ് 12 mm ബാർസ് യൂസ് ചെയ്തിരിക്കുന്നത് ബെൻഡപ്പ് ബാറുകളാണ്. അതായത് ഈ ബാറുകൾ, ഈ ബാർ ഇവിടെ തുടങ്ങി ബെൻഡ്, പിന്നെ ഇങ്ങനെ കയറി മുകളിലേക്ക്, ആ ബാറാണ് രണ്ടാമതുള്ള 12 mm ബാർസ്. അതും ഇങ്ങനെയാണ്, ഓൾട്ടർനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ രണ്ടാമത് എഴുതിക്കോ, ബെൻഡപ്പ് ബാർസ്. ബെൻഡപ്പ് ബാർസ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. നമ്പേഴ്സ് സെയിം ആയിട്ട് പോലെയാണ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് നമ്പേഴ്സ് വരിക. നമ്പേഴ്സ് വരികയാണെങ്കിൽ വെച്ചാൽ പഴയതുപോലെ തന്നെ 6.3. പക്ഷെ ഇതിനകത്ത് എന്ത് ചെയ്യണം, രണ്ട് സൈഡിലെ കവർ, അതിന്റെ കൂടെ എന്തും കൂടി കുറക്കണം. നമ്മളുടെ രണ്ട് സൈഡിലും കൊടുത്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ബാർസ് ആണ്. സ്ട്രെയിറ്റ് ബാർസ് കഴിഞ്ഞ് 12 സെന്റിമീറ്റർ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, നമ്മളുടെ ബെൻഡപ്പ് ബാർസ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യണം, അതായത് ഞാൻ വരച്ച് കാണിക്കാൻ, നമ്മളുടെ ഇതാണിപ്പോൾ നമ്മളുടെ 6 മീറ്റർ ലെങ്ത് നോക്കുക. മൊത്തം 6.3 ഉണ്ടാവും, ഇത് 3.3 ഉണ്ടാവും. എങ്ങനെയാണ് വരിക, ഇതാണ് നമ്മളുടെ സ്ട്രെയിറ്റ് ബാറുകൾ വരുന്നത്. അപ്പം ഇവിടെ ഒരു കവർ ഉണ്ടാവും. ഈ കവർ 40 mm കവറാണ് ഈ വരുന്നത് രണ്ട് സൈഡിലും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത്, ഇത് രണ്ട് സൈഡിലും സ്ട്രെയിറ്റ് ബാർസ് ആയിരിക്കും കൊടുക്കാം. പിന്നെ ഉള്ളത് ബെൻഡപ്പ് ബാർസ് ആയിരിക്കും. അത് ബെൻഡപ്പ് ബാർസ് ഇങ്ങനെ കാണിക്കുക, ഡോട്ടഡ് ലൈൻ, പിന്നെ ബെൻഡപ്പ് കഴിഞ്ഞ് പിന്നെ താഴത്തെ ഇങ്ങനെയാണ് വരിക. പിന്നെ ഓൾട്ടർനേറ്റ് ഇത് എങ്ങനെയാണെന്ന് എൻ്റെ അറേഞ്ച്മെന്റ് മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പം ഇതേപോലെ ഈ സൈഡിലും വരും, ഇവിടെ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ബാർ, ബെൻഡപ്പ് ബാർ, ഇങ്ങനെയൊക്കെ. അപ്പം എന്ത് ചെയ്യുക, ഈ ബെൻഡപ്പ് ബാറും ഏറ്റവും രണ്ട് അറ്റത്ത് എടുക്കുന്ന രണ്ട് ബെൻഡപ്പ് ബാറുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അതെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, മൊത്തം 6.3 മൈനസ് രണ്ട് സൈഡിലെ കവർ കുറയ്ക്കുക, മൈനസ് ഈ സ്പേസിങ്, അതായത് 12 സെന്റിമീറ്റർ ആണ് വരുന്നത് അല്ലേ. 12 സെന്റിമീറ്റർ വരും, രണ്ട് സൈഡിലെ 12 സെന്റിമീറ്റർ കൂടി കുറയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ബെൻഡപ്പ് ബാർ തമ്മിലുള്ള, രണ്ട് അറ്റത്ത് കിടക്കുന്ന ബെൻഡപ്പ് ബാറുകൾ തമ്മിലുള്ള, അതായത് ഏറ്റവും എക്സ്ട്രീം ലെങ്ത്തിന്റെ ഏറ്റവും എക്സ്ട്രീം കിടക്കുന്ന ബെൻഡപ്പ് ബാർ തമ്മിലുള്ള ദൂരം 0.12 എന്ന് പറഞ്ഞു വരും. 12 അത് ഡിവൈഡഡ് ബൈ സ്പേസിങ് എത്രയാ, രണ്ട് ബെൻഡപ്പ് ബാറുകളും തമ്മിലുള്ള 24 തന്നെയാണ് വരിക. അങ്ങനെ ഇവിടെ വേറെ ബെൻഡപ്പ് ബാറുണ്ട്, അങ്ങനെയാണ് വരുന്നത്. മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് എന്ന് ചോദിച്ചോ. സ്പേസിങ് 24 തന്നെ വരും, +1. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബെൻഡപ്പ് ബാർസ് എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബെൻഡപ്പ് ബാർസിന്റെ നമ്പർ കണ്ടുപിടിക്കുന്നത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആണോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും, ക്ലിയർ ആണോ? അങ്ങനെയാണ് ബെൻഡപ്പ് ബാറിന്റെ ലെങ്ത് കണ്ടുപിടിച്ചെന്നുള്ള. ഓക്കെ. അപ്പോൾ 6.3 മൈനസ് 2 × 0.04 മൈനസ് 2 × 0.12 ഡിവൈഡ് ബൈ 0.24 +1 എത്ര കിട്ടും? ആൻസർ എത്ര കിട്ടുമെന്ന് പറഞ്ഞ ആരെങ്കിലും? എനിക്ക് കിട്ടിയ ആൻസർ 26 ആണ്. 25.9 ആണ്. അപ്പോൾ നമ്മൾ 26 എഴുതി. അതേപോലെ തന്നെ ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് നോക്കിക്കോ. ലെങ്ത്തും വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അതിനകത്ത് ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ബെൻഡപ്പിനുള്ളൊരു പ്രൊവിഷൻ കൊടുക്കണം. ബെൻഡപ്പിന്റെ പറഞ്ഞാൽ പറഞ്ഞില്ലേ, നമ്മളൊരു ബാർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിനേക്കാളും ബെൻഡപ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇൻക്രീസ് ഉണ്ടാവും ലെങ്ത്തിന്. അപ്പോൾ ആ ഇൻക്രീസിന്റെ ഫോമുലയാണ് നമ്മൾ നേരത്തെ എഴുതിയത്. അത് 0.84D എന്നാണ് എഴുതിയത്. മനസ്സിലായോ? അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വാല്യൂ നമ്മൾ തന്നെ ഒരു വാല്യൂ എടുത്തിട്ട് ഏകദേശം 0.84 വന്നാൽ മനസ്സിലായി. നമ്മൾ നേരത്തെ എൻ്റെ തിയറി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. അതായത് മനസ്സിലല്ലേ, നമ്മളിപ്പോൾ രണ്ട് സൈഡിൽ ബെൻഡപ്പ് ഉണ്ടെങ്കിൽ, വൺ സൈഡ് മാത്രം ബെൻഡപ്പ് ആണെങ്കിൽ 0.42D വരിക, രണ്ട് സൈഡിലും ബെൻഡപ്പ് ഉണ്ടെങ്കിൽ 0.84D വരിക. അപ്പോൾ 0.84 എടുക്കണം എന്നില്ല, നമുക്കൊരു 0.8D എടുത്താലും മതി. വലിയ വ്യത്യാസം വരാൻ പോലുള്ള.
അപ്പം അതിന് വേണ്ടിയിട്ടൊരു പ്രൊവിഷൻ കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും ബെൻഡപ്പ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സെയിം ലെങ്ത്തിന് ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ ലെങ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലെങ്ത് കിട്ടിയില്ലേ 3.44, അതായത് സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് സെയിം തന്നെ. അതിനകത്തുനിന്ന് എന്ത് ചെയ്യാം, ഒരു 0.8 ടൈംസ് ഡി എന്ന് കൊടുക്കുക. ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഡി എന്ന് പറയുന്ന വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളുടെ ബെൻഡപ്പ് ബാർ ഇങ്ങനെ ആയിരിക്കുന്നത്. ഈ ഡി എന്ന് പറഞ്ഞാൽ ഈ താഴെ ഉള്ള പോകുന്ന സ്ട്രെയിറ്റ് ബാറിനെ എത്ര ഹൈറ്റിലേക്ക് ബെൻഡ് ചെയ്യുന്നുള്ളതാണ് ഡി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ 0.84 നിർക്കാം, 0.8 നിർക്കാം. നമ്മൾ കുറച്ച് റൗണ്ട് ചെയ്ത് 0.8 നിർത്താം കേട്ടോ. നമ്മളിപ്പോ എന്താണ് നമ്മളുടെ ആ ഡി എന്താന്ന് പറഞ്ഞാൽ നോക്കാം. ആ ഡി എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യാം, ഇതാണ് നമ്മുടെ സ്ലാബിന്റെ ഡെപ്ത്, അതായത് 12 സെന്റിമീറ്റർ ആണ്. 120 mm ആണ് നമ്മുടെ സ്ലാബിന്റെ ടോട്ടൽ ഡെപ്ത്. അതിന് താഴെ കവർ എന്ന് പറഞ്ഞാൽ 20 mm വരും, മുകളിൽ കവർ 20 mm വരും. അപ്പൊ നടുവിൽ ഒരു 0.8 വരും. മനസ്സിലായില്ലേ? അതായത് 12 മൈനസ് 2 സെന്റിമീറ്റർ താഴെ മുകളിൽ, അപ്പൊ 8 സെന്റിമീറ്റർ വന്നു. നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 0.8 ഡി ഇൻറ്റു എന്ത് കൊടുക്കാം, ഇതിന്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ കൊടുക്കണ്ട, നമുക്ക് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫിഗർ വരച്ചാൽ മനസ്സിലാം. ഇതാണ് നമ്മുടെ സ്ലാബ് കേട്ടോ. ഇതാണ് നമ്മളുടെ 12 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ടോട്ടൽ ഡെപ്ത് സ്ലാബിന്റെ. അതിനകത്ത് ബോട്ടം കവർ എന്ന് പറഞ്ഞാൽ ഇത് 2 സെന്റിമീറ്റർ ആണ്, ടോപ്പ് കവർ എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ ആണ്. നടുവിൽ എന്ത് വരും, ഡി എന്താണ് ഇവിടുത്തെ വാല്യൂ, ഡി എന്ത് വരും, 12 മൈനസ് 2 മൈനസ് 2, അതായത് 8 സെന്റിമീറ്റർ വരും. ആ 8 സെന്റിമീറ്റർ നമുക്ക് അതുപോലെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് 0.84 ഡി എന്നുള്ള നമ്മുടെ ഇക്വേഷൻ വെച്ച് ചെയ്യാം. പക്ഷെ ഏതാണ് കുറച്ചും കൂടി നമുക്ക് എന്താണ് വരിക, കൺസർവേറ്റീവ് ആയിട്ട് വരിക. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് ഹയർ വാല്യൂ വരുമ്പോൾ ആ വാല്യൂ എടുക്കുക. ഇപ്പൊ 0.84 ഡി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 0.84 ഡി എന്ന് പറയുമ്പോൾ 6.6 സെന്റിമീറ്റർ അങ്ങാനായിരിക്കും വരിക. പക്ഷെ അതാണോ നമുക്ക് 8 സെന്റിമീറ്റർ ആണോ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ട് വരിക, 8 സെന്റിമീറ്റർ ആണ് വരിക. അപ്പൊ ആ 8 സെന്റിമീറ്റർ എടുത്താൽ മതി. ആ 0.84 ഡി നിങ്ങൾ ഓർക്കണ്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കാം നമുക്ക് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മളുടെ ബെൻഡപ്പ് ബാർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് നിന്ന് രണ്ട് സൈഡിലും ബെൻഡപ്പ് ചെയ്യണമെങ്കിൽ ഒരു ഡെപ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഡെപ്ത് അല്ല, ആ ഡി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായില്ലേ, എത്ര ഹൈറ്റിലാണ് ആ ബെൻഡപ്പ് ബാറുകൾ പോയിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 3.44 പ്ലസ് ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്റർ ആണ് വരിക, അതായത് 3.44 പ്ലസ് 0.08 എന്ന് പറഞ്ഞ വരിക അല്ലേ. ഡൗട്ട് ഉണ്ടാവോ? ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചോദിച്ചോ ഡൗട്ട് ഉണ്ടെങ്കിൽ. ആ 8 ഒന്ന് മനസ്സിലായില്ല, 8 സെന്റിമീറ്റർ എടുത്ത് മനസ്സിലായോ? നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ രണ്ട് സൈഡിലും ബെൻഡപ്പ് വരുന്നുണ്ട് എങ്കിൽ നമ്മളൊരു ഡെപ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമേ ബെൻഡപ്പ് വരുന്നുള്ളൂ. അതായത് നമ്മളുടെ ബാർ ഇങ്ങനെയാണ് ധരിക്കാം. നമ്മളുടെ ബാർ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, 0.5 ഡി മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സ്ട്രെയിറ്റ് ലെങ്ത് നിന്ന് ഇതാ നമ്മുടെ എല്ലെങ്കിൽ 0.5 ഡി, എൽ ബെൻഡപ്പ് ഈക്വൽ ടു എൽ പ്ലസ് 0.5 ഡി. രണ്ട് സൈഡിലും ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൽ ബെൻഡപ്പ് ഈക്വൽ ടു എൽ പ്ലസ് ഡി പറഞ്ഞ ആഡ് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ ഇതിൽ രണ്ട് സൈഡിലും ബെൻഡപ്പ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 8 സെന്റിമീറ്റർ ആഡ് ചെയ്ത് കൊടുത്തത്. നമ്മളുടെ സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത് നിന്ന് 8 സെന്റിമീറ്റർ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്ര കിട്ടി? 3.52 മീറ്റർ കിട്ടി അല്ലേ. എന്നിട്ട് നമ്മൾ ഇതിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുക. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇങ്ങനെ ലെങ്ത് കിട്ടിയെന്നുള്ള? ഡി എടുക്കുന്നല്ലേ. ഡി എടുക്കാന്ന് പറഞ്ഞാല് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ എങ്ങനെയാണ് ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത്.
ഇങ്ങനെയാണ് ബെൻഡപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അവസരത്തിൽ നമ്മളുടെ ഇതാണ് ബാർ. ഇങ്ങനെയാണ് ബാറിന്റെ ഒരു ലൊക്കേഷൻ ഇരിക്കുന്നത്. ബെൻഡപ്പ് ബാറിന്റെ ക്രോസ് സെക്ഷൻ കേട്ടോ, ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഇത് നമ്മളുടെ സ്ലാബിന്റെ മൊത്തം ഡെപ്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 12 സെന്റിമീറ്റർ ഉണ്ടോ ക്വസ്റ്റ്യനിൽ? 12 സെന്റിമീറ്ററിനാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഫിഗർ ഞാൻ കാണിച്ചാ കണ്ടില്ലേ? 12 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ടോട്ടൽ സ്ലാബിന്റെ ടോട്ടൽ തിക്നെസ്. ആ തിക്നെസ്സിന് നമ്മുടെ സ്ലാബിനൊക്കെ 22 സെന്റിമീറ്റർ ആയിരിക്കും കവർ സാധാരണ കൊടുക്കുക. അതായത് 20 mm കവറാണ് കൊടുക്കുക. താഴെ 2 സെന്റിമീറ്റർ കവർ ഉണ്ടാവും, മുകളിൽ 2 സെന്റിമീറ്റർ കവർ ഉണ്ടാവും. അപ്പം എന്ത് ചെയ്യാം, ഈ മുകളിൽ ബെൻഡപ്പ് ചെയ്ത ബാറും താഴെ നിന്ന് പോയിക്കൊണ്ടിരുന്ന സ്ട്രെയിറ്റ് ബാറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡി. എന്ത് കിട്ടും? 8 സെന്റിമീറ്റർ കിട്ടും. ഈ ഡി എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും ബെൻഡപ്പ് ഉള്ള അവസരങ്ങളിൽ നമ്മളുടെ ഈ സ്ട്രെയിറ്റ് ബാറിന്റെ ലെങ്ത്തിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ മാത്രം ബെൻഡപ്പ് ഉണ്ടെങ്കിൽ 0.5 ഡി ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 3.52 കിട്ടിയത്. അപ്പൊ നമുക്ക് ടോട്ടൽ ലെങ്ത് എന്ത് കിട്ടും? ബെൻഡപ്പ് ബാർസ് എന്ത് കിട്ടും നോക്കി. സ്പേസിംഗ് ആണ് കേട്ടോ, 24 എന്താണ് നമുക്ക് ബെൻഡപ്പ് ബാർസിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത്? 26 multiplied by 3.52. 91.52 അല്ലേ? നമുക്ക് 91.52 മീറ്റർ ആണ് നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടിയത് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ 12 mm ബാർസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ബാർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബാർ ഏതാ? പറ. രണ്ട് സൈഡും ബെൻഡപ്പ് ഉണ്ടെങ്കിലുള്ള ഇക്വേഷൻ എന്നാ? ഇതാണ് ഇത് നമ്മളുടെ രണ്ട് സൈഡിലും ബെൻഡപ്പ് ഉള്ള ഇക്വേഷൻ ആണ് ഇത്. ഒരു സൈഡിൽ മാത്രമേ ബെൻഡപ്പ് ഉള്ളെങ്കിൽ അതിന്റെ നമ്മൾക്ക് സ്ട്രെയിറ്റ് ലെങ്ത്തിന്റെ കൂടെ എന്ത് ചെയ്യാം, ഹാഫ് ഡി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ക്വസ്റ്റിന് രണ്ട് സൈഡിലും ബെൻഡപ്പ് ഉണ്ടല്ലോ അല്ലേ? ബെൻഡപ്പ് ബാർ രണ്ട് സൈഡിലും ബെൻഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ശുഭപ്രയല്ലേ ചോദിച്ചേ? കൺഫ്യൂഷൻ ഉണ്ടോ? നമ്മുടെ ക്വസ്റ്റിനിൽ രണ്ട് സൈഡിലാണ് ബെൻഡപ്പ് കൊടുത്തിരിക്കുന്നത്. സാർ ഈ 8 കിട്ടിയിട്ടില്ലേ? അതിനെ മാറ്റിയിട്ടാണ് 0.08 മാറ്റി ചെയ്തതാ? അതെ 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.08 മീറ്റർ. ഓക്കെ, അത് ആഡ് ചെയ്യുന്നല്ലേ ജസ്റ്റ്? അത് ആഡ് ചെയ്താൽ മതി. അതായത് ഇതൊരു എന്താ പറയാ, ഒരു റഫ് മെത്തേഡ് ആണ്. മനസ്സിലായോ? ശരിക്കും മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഒരു ഇക്വേഷൻ ഒക്കെ എഴുതി കണ്ടുപിടിച്ചില്ലേ, 0.84 ഡി എന്ന് എഴുതേണ്ടത്. പക്ഷെ അത് കുറച്ച് കുറഞ്ഞ വാല്യൂ വരിക. അപ്പൊ നമുക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ലെങ്ത്തിന്റെ കൂടെ രണ്ട് സൈഡിലും ബെൻഡപ്പ് ഉണ്ടെങ്കിൽ ആ ഡി കണ്ടുപിടിച്ചിട്ട്, ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, മുകളിലത്തെയും കവർ കുറയ്ക്കുക, താഴത്തെയും കവർ കുറയ്ക്കുക, അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് ഡി. അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടോട്ടൽ ബെൻഡപ്പ് ബാറിന്റെ ടോട്ടൽ ലെങ്ത് കിട്ടി 91.52 മീറ്റർ. ഇതാണ് നമ്മുടെ 12 mm ബാറുകൾ, മെയിൻ ബാറുകളെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള എന്താണ്? ഇനിയുള്ള ഡിസ്ട്രിബ്യൂഷൻ ബാറുകളാണ്. ഡിസ്ട്രിബ്യൂഷൻ ബാർ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളുടെ ലോങ് സ്പാനിന് ലോങ് ആയിട്ട് പോകുന്നത്, ഏകദേശം ഒരു 6.3 ആ ഒരു ലെങ്ത് പോകുന്ന ബാറുകളാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ബാറുകൾ. അതെല്ലാം പറഞ്ഞിരിക്കുന്നത് 6 mm ഡയ ബാറുകളാണ്. 18 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ്. അതായത് ഈ ബാറുകൾ തമ്മിലുള്ള 18 സെന്റർ. ഒരു ബാർ ഇങ്ങനെ പോകുന്നു, രണ്ടാമത്തെ ബാർ ഇങ്ങനെ പോകുന്നു, അവർ തമ്മിൽ 18 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ് ആണ്. ഇനി അതിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യണമെങ്കിൽ എഴുതോ, രണ്ടാമത്തെ അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. അത് നമ്മൾ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തല്ലോ അല്ലേ? നമുക്ക് വെയിറ്റ് പിന്നീട് കാൽക്കുലേറ്റ് ചെയ്യാം. അത് വെയിറ്റ് കാൽക്കുലേറ്റ് ആയിട്ട് പോവാം. മെയിൻ ബാർസിന്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തില്ലല്ലോ. അപ്പം നമ്മളുടെ യൂണിറ്റ് വെയിറ്റ് വെച്ച് നമുക്ക് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായിരിക്കോ വെയിറ്റ് ഓഫ് 12 mm ബാർസ്. എന്താണ് അതിന്റെ വെയിറ്റ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാലോ? 0.89 kg/m ആണ് അതിന്റെ വെയിറ്റ്. എന്താണെന്ന് നോക്കാം. നമ്മുടെ ടോട്ടൽ ലെങ്ത് കിട്ടിയിരിക്കുന്നത് 92.9
പ്ലസ് 91.52 ഇൻറ്റു 0.89 അല്ലേ? 92.9 പ്ലസ് 91.52 ഇൻറ്റു 0.89. മൊത്തം നമുക്ക് വെയിറ്റ് കിട്ടുന്നത് 164.1 കിലോഗ്രാം കിട്ടും. 164.1 കിലോഗ്രാം. അത് നമുക്ക് എന്താ ചെയ്യാം? 1.64 കിൻഡൽ എഴുതാം. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ. ടോട്ടൽ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. വെയിറ്റ് കണ്ടുപിടിച്ച ശേഷം നമുക്കിനി ഡിസ്ട്രിബ്യൂഷൻ ബാസിലേക്ക് പോവാം. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 12 mm 6 mm ഡയ ബാറാണ്. 6 mm ഡയ ബാർസ് 6 mm ഡയ ബാർസ് 22 കിലോഗ്രാം പെർ മീറ്റർ ആണ്. 22 കിലോഗ്രാം പെർ മീറ്റർ. 22 കിലോഗ്രാം പെർ മീറ്റർ. ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 0.22 ആയിരിക്കും. 0.22 കിലോഗ്രാം പെർ മീറ്റർ ആണ് വരിക. നമ്മളുടെ 6 mm ബാറിന്റെ യൂണിറ്റ് വെയിറ്റ്. 12 mm ബാർസിന്റെ 0.89 ആണ് വന്നേ. 6 mm ബാർസിന്റെ എന്തോന്നു 0.22 കിലോഗ്രാം പെർ മീറ്റർ വരും. അങ്ങനെയാണ് വെയിറ്റ് കണ്ടുപിടിക്കാനെന്ന് പിന്നീട് ഞാൻ പറയുന്നില്ല. അപ്പൊ എവിടേക്കാണ് നമുക്ക് മെയിൻ ബാർ ഡിസ്ട്രിബ്യൂഷൻ ബാസ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ആദ്യം ഡിസ്ട്രിബ്യൂഷൻ ബാസ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഒരു 50, അതായത് ബെൻഡപ്പിന് ശേഷമുള്ള രണ്ട് സൈഡിലുള്ള പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് കൂട്ടാം. അതിന്റെ നടുവിൽ, അതായത് ബെൻഡപ്പ് ഒന്നും ഇല്ലാതെ ഈ നടുവിൽ കൊടുത്തിരിക്കുന്ന എത്ര ബാർസ് ഉണ്ടെന്ന് നോക്കണം. ആദ്യം ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ബെൻഡപ്പിന്റെ സാധാരണ അങ്ങനെയാണ് എടുക്കാറ്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. എത്രയാണ് ഈ ലെങ്ത്തിനകത്തോ എത്ര ഡിസ്ട്രിബ്യൂഷൻ ബാർസ് വരുന്നത് നോക്കാം. അതായത് രണ്ട് ബെൻഡപ്പ് ഏരിയ ലെങ്ത്തിനെ ഒഴിവാക്കിയിട്ട് ഇതിന്റെ നടുവിലുള്ള സ്പാനിൽ എത്ര ഡിസ്ട്രിബ്യൂഷൻ ബാർസ് ഉണ്ടെന്ന് നോക്കാം. അത് എത്ര നോക്കാം. ഫസ്റ്റ് നമ്മളുടെ അതെഴുതിക്കോ. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ബോട്ടം ബാർസ്. സെൻട്രൽ പോർഷനിലാണ് വെക്കുന്ന ബോട്ടം ബാർസ്. സെൻട്രൽ പോർഷൻ സ്പേസിങ് എല്ലാം സെയിം തന്നെയാണ്. ചിലപ്പോൾ സ്പേസിങ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ച് നിങ്ങൾ സെന്റിമീറ്റർ. ബോട്ടം ബാർസ് സെൻട്രൽ പോർഷൻ 18 സെന്റിമീറ്റർ സെന്റർ ഡിസ്റ്റൻസ്. അങ്ങനെയാണ് വരുന്നത്. അതായത് ഏതാ ബാറ്? നമ്മളുടെ സെൻട്രൽ പോർഷനിലുള്ള ബാറുകൾ. ഇവിടെ ബെൻഡപ്പ് ഒന്നും ഇല്ലാത്ത ഏരിയയിലുള്ള ബാറുകൾ. അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര നമ്പേഴ്സും കണ്ടുപിടിക്കണം, ലെങ്ത് കണ്ടുപിടിക്കണം. നമ്പേഴ്സ് എങ്ങനെ കിട്ടും നോക്കിക്കോ. നമ്പേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മളുടെ സെൻട്രൽ പോർഷന്റെ സ്പാൻ എത്ര ഏരിയ? ഇവിടെ നിന്ന് ഇവിടം വരെ 3 ആണെന്ന് അറിയാം അല്ലെ. 3 മീറ്റർ ക്ലിയർ സ്പാൻ എന്നുണ്ട്. ക്ലിയർ സ്പാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ 3 മീറ്റർ ക്ലിയർ സ്പാൻ. അതിനകത്ത് ബെൻഡപ്പിന്റെ ലെങ്ത് ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടറ്റത്തു നിന്നും 50 സെന്റിമീറ്റർ സ്പേസിംഗ് കണ്ടിട്ടാണ് ബെൻഡപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നടുവിലുള്ള പോർഷന്റെ ലെങ്ത് എത്രയായിരിക്കും? 2 മീറ്റർ ആണ് വരിക. 2 മീറ്ററിലുള്ള ബാറിന്റെ എണ്ണമാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. നമ്പേഴ്സ് എന്ന് പറയുന്നത് എഴുതാം. 2 മൈനസ് 3 മൈനസ് അധികം 2 എന്ന് എഴുതിയാലും മതി. അല്ലെങ്കിൽ 3 മൈനസ് രണ്ട് സൈഡിലും 50 സെന്റിമീറ്റർ കുറയ്ക്കുന്നുണ്ട്. ആ 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. 3 മൈനസ് 50 മൈനസ് 50 അതാണ് നമ്മുടെ ഈ ലെങ്ത്. സ്ട്രെയിറ്റ് പോർഷൻ, അതായത് ബെൻഡപ്പ് ഇല്ലാത്ത പോർഷന്റെ സെൻട്രൽ പോർഷന്റെ ലെങ്ത്. കാരണം ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ സ്ലാബിന്റെ ഡ്രോയിങ് ഒക്കെ കണ്ടിട്ടുണ്ടാവോ? നമ്മൾ സാധാരണ ഗതിയിൽ ഒരു സ്ലാബിന്റെ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽ ഒക്കെ ഒരു റഫ് ആയിട്ട് വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും വെച്ചിട്ടുണ്ടാവുന്നറിയില്ല. നമ്മൾ ഇങ്ങനെ വരയ്ക്കും. മനസ്സിലായി? ഓരോ പോർഷൻ ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക നമ്മൾ. കോർണർ സെപ്പറേറ്റ് ആയിട്ട്, ഓരോ എഡ്ജസ് സെപ്പറേറ്റ് ആയിട്ട്, നടുവിൽ പോർഷൻ സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഈ എഡ്ജസിനെ കുറിച്ച് ഇവിടെ നിന്നായിരിക്കും ബെൻഡപ്പുകൾ തുടങ്ങുക. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ, ഇത് 2 വേ സ്ലാബ് ആണ് ഇങ്ങനെ വരിക. നമ്മുടെ ഈ ക്വസ്റ്റിൽ വന്നിരിക്കുന്നത് 1 വേ സ്ലാബ് ആണ്. 1 വേ സ്ലാബും 2 വേ സ്ലാബ് എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയില്ലേ? അതായത് ലോങ് സ്പാൻ ബൈ ഷോർട്ട് സ്പാൻ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ എന്താണ് അത് 1 വേ സ്ലാബ് ആണ്. ലെസ് ദാൻ 2 ആണെങ്കിൽ 2 വേ സ്ലാബ് ആണ്. അത് നിങ്ങൾ ഡിസൈനിൽ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മൾ സെപ്പറേറ്റ് പോർഷൻ, സെൻട്രൽ പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എടുക്കുന്നത്. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 3 മൈനസ് രണ്ട് സൈഡിലെ 50 സെന്റിമീറ്റർ വെച്ച് കുറച്ച് നമുക്ക് ഈ പോർഷന്റെ ലെങ്ത് കിട്ടി. അതിനെ ഡിവൈഡ് ബൈ സ്പേസിംഗ് പറഞ്ഞിരിക്കുന്നത് 18 സെന്റിമീറ്റർ ആണ്. 0.18 പ്ലസ് 1 എന്ത് പറഞ്ഞു കിട്ടും നോക്കിക്കോ. 3 മൈനസ്
2 into 0.05 എന്ന് പറഞ്ഞാൽ 2 ആണ്, ഡിവൈഡ് ബൈ 0.18 പ്ലസ് 1. എത്ര ബാർ കിട്ടി? 12 നമ്പേഴ്സ് കിട്ടും. നമ്പർ 12 ആണ് കിട്ടുക അല്ലേ? 12 എല്ലാവരും കിട്ടിയത്. ഇതിനകത്ത് ചിലവർക്ക് ഡൗട്ട് വരും, ചോദിച്ചോ. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോ. 12 തന്നെയാണ് കിട്ടിയത്, അതോ 12ന്റെ അപ്പുറത്ത് 12.11 12.12 എന്നൊക്കെയാണ് കിട്ടിയത്? സർ 12.11. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനെ നമ്മൾ തൊട്ട് 12.11 എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഇൻക്രീസ് അല്ലേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ 12 തന്നെ ഇങ്ങനെ ചെയ്യാതി. ഒരു 12.4 നമ്മുടെ ഒരു റൗണ്ടിങ് ഓഫ് തന്നെ പോലെ പോയാൽ മതി. 12.1 ഒന്നും നമ്മൾ അത് നെഗ്ലക്ട് ചെയ്തല്ല. ഒരു 12.3 ഒക്കെയാണ് വരുന്നതെങ്കിൽ തൊട്ട് ഹയസ്റ്റ് ഇൻഡിജർ ആക്കി എടുത്താൽ മതി. ഇപ്പൊ 12.1 അല്ലേ, അതുകൊണ്ട് നമ്മൾ 12 ആക്കി എടുക്കുന്നു. മനസ്സിലായി? അപ്പൊ നമ്മുടെ നമ്പർ 12 എന്ന് എഴുതാം. 12.4 എന്നോ അല്ലെങ്കിൽ 12.35 എന്നോ കിട്ടിയാൽ നമുക്കാണെങ്കിൽ ഇത് 13 എന്ന് എഴുതാം. പക്ഷെ ഇത് ചെറിയൊരു വാല്യൂ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് 12 എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് പിന്നെ ലെങ്ത് എങ്ങനെ കിട്ടുക? ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ഏത് ലെങ്ത്തിലാണ് വരിക? ലോങ് സ്പാൻ ലെങ്ത്തിൽ. അപ്പൊ ലോങ് സ്പാൻ എന്ന് പറഞ്ഞാൽ 6.3 ആണ്. അതിനകത്ത് രണ്ട് സൈഡിലെ കവർ കുറയ്ക്കുക. രണ്ട് സൈഡിലെ കവർ, പിന്നെ എന്താ ചെയ്യുക? രണ്ട് സൈഡിലെ ഹുക്കും ഉണ്ടാവും അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ഹുക്ക് ഉണ്ടാവും, ഇതിന്റെ ഈ അറ്റത്ത് ഒരു ഹുക്ക് ഉണ്ടാവും ഡിസ്ട്രിബ്യൂഷൻ ബാസിന്റെ. അതായത് ഈ ബാറിലാണ് പറയുന്നത്. രണ്ട് സൈഡിലെ ഹുക്ക് ഉണ്ടാവും, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 6.3 മൈനസ് രണ്ട് സൈഡിലെ കവർ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? കവർ നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ 40 സെന്റിമീറ്റർ ആണ് എത്തിയിരിക്കുന്നത്. ഈ എഡ്ജ് കവറുകളല്ല, ഈ ഡെപ്തിൽ വരുന്ന കവറുകൾ നമ്മൾ 20 സെന്റിമീറ്റർ ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. എഡ്ജിൽ വരുന്ന കവറുകൾ 40 സെന്റിമീറ്റർ. അപ്പൊ ഇത് 0.04. അത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് അസ്യൂം ചെയ്ത് എഴുതിയാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതിയാൽ മതി. കവർ കൺസിഡർ ഈക്വൽ ടു ഇത്ര സെന്റിമീറ്റർ ഫോർ എഡ്ജ് അലോങ് ദി എഡ്ജ്. പിന്നെ ഡെപ്തിലാണെങ്കിൽ 20 സെന്റിമീറ്റർ. താഴത്തെ കവറും മുകളത്തെ കവറും അങ്ങനെ എഴുതിയാൽ മതി. രണ്ട് സൈഡിലെ ഹുക്ക് 2 into 9 into 6 mm ബാറാണ്. അപ്പൊ 0.06 വരും. 0.006 വരും അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാണ് ലെങ്ത് എഴുതിയെന്നുള്ള കാര്യം? നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ കാര്യമാണ് പറയുന്നത്. ടോട്ടൽ സ്പാൻ ഡിസ്ട്രിബ്യൂഷൻ ബാർ പോകുന്നത് 6.3 ആണ് വരിക. ആ 6.3 എഫക്റ്റീവ് സ്പാനിൽ നിന്ന് രണ്ട് സൈഡിലെയും കവർ നമ്മൾ കുറയ്ക്കുക. ടോട്ടൽ സ്പാൻ നമ്മൾ രണ്ട് സൈഡിലെയും കവർ നമ്മൾ കുറയ്ക്കുക. എന്നിട്ട് രണ്ട് സൈഡിലെ ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ വാല്യൂ കിട്ടും. 6.3 വാല്യൂ എന്താ കിട്ടുന്നത് വേഗം പറഞ്ഞ്. 2.04 പ്ലസ് 2 into 9 into 0.006. എനിക്ക് കിട്ടിയ വാല്യൂ 6.33 മീറ്റർ എന്നാണ്. നിങ്ങൾക്ക് ആ വാല്യൂ ആണ് കിട്ടുന്ന നോക്കിയാൽ മതി. 6.33 ഈ വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കണം. അതെ സർ. ഓക്കെ, അപ്പൊ 6.33 into 12 എത്ര വരും? 75.9 മീറ്റർ. 9 മീറ്റർ വരും. 76 75.9 എഴുതാം. 76 ആയിരിക്കും നമ്മൾ. കാര്യം നമ്മളോട് 12.1 ഉള്ളത് നമ്മൾ 12 ആയിട്ട് കുറച്ചല്ലേ, അപ്പം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയാൽ മതി. 76 മീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് നമ്മളുടെ നടുവിലുള്ള പോർഷനിലെ ഡിസ്ട്രിബ്യൂഷൻ ബാർ, അതായത് ഈ പോർഷനിലെ ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ടോട്ടൽ ലെങ്ത് ആണ് 76 മീറ്റർ കിട്ടിയത്. ഈ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എവിടുത്തെ ലെങ്ത് ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്? ഈ ബോട്ടം ബാറുകൾ, അതായത് ബെൻഡഡ് പോർഷനിനകത്തുള്ള ബോട്ടം ബാറുകൾ. ഈ ബോട്ടം ബാറുകൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുന്നില്ല, വേണമെങ്കിൽ ഒരുമിച്ച് കണ്ടുപിടിക്കണം. അത് വിഷയമൊന്നുമല്ല, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എടുക്കാം. സെക്കൻഡ് ഒന്ന് നോക്കിക്കോ. നമ്മൾ എന്താ ചെയ്യുക? ബോട്ടം ബാർ ടു സൈഡ്സ്. ഇത് നമുക്ക് വേണമെങ്കിൽ എണ്ണി തന്നെ നോക്കാം. കാര്യം 2 ബാറോ ഒക്കെ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ 2-3 ബാറുള്ള നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കിയാലും മതി. എത്ര ബാറുണ്ടെന്ന് നോക്കാം. ഈ ഇവിടെ നോക്കിയാൽ മതി. 3 ബാറുകൾ ഉണ്ടാവും അല്ലേ? 1 2 3. രണ്ട് സൈഡിലും 3 ബാർ വെച്ചിട്ടുണ്ടാവും. 1 2 3. അപ്പോൾ ഇങ്ങനത്തെ ഇതിനകത്ത് ഒരു ബാർ ഇവിടെ ഉണ്ട്.
മിസ് ചെയ്ത് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഇപ്പോൾ 2 3 ബാർ ഉള്ളതുകൊണ്ട് നമുക്ക് കൗണ്ട് ചെയ്താൽ മതി. എത്ര നോക്കിക്കോ, മൊത്തത്തിൽ രണ്ട് സൈഡും കൂടെ ഒരു സൈഡിൽ 3 ബാർ ഉണ്ടാവും ബോട്ടത്തിൽ, മറ്റേ സൈഡിൽ 3 ബാർ. അപ്പോൾ രണ്ട് സൈഡിലും കൂടെ 6 ബാർസ് ഉണ്ടാവും അല്ലേ? എങ്ങനെ 6 ബാറുകൾ ഒന്നും മനസ്സിലായില്ലേ? 1 2 3 1 2 3 ബോട്ടം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇവിടെ ബാറുകൾ ഉണ്ട് കേട്ടോ, അതൊരു മാർക്ക് ചെയ്യാത്തായിരിക്കും. ഞാൻ ഇത് നോക്കിയാൽ മതി. എന്താ ഈ ഡോട്ടർ ലൈൻ പോകുന്നത് 1 2 3 ഉണ്ടാവും. 1 2 3 അങ്ങനെ 3 ബാർ ഉണ്ടാവും ഇവിടെ. അപ്പൊ അതുകൊണ്ട് അവിടെ ബാറുകൾ ഉണ്ടാവും. ഓക്കെ, അതെ 1 2 3 പിന്നുള്ളത് ഇവിടെ 1 2 3 മൊത്തത്തിൽ 6 ബാർ ഉണ്ടാവും. ഓരോ ബാറിന്റെ ലെങ്ത് എന്താണ്? ലെങ്ത് സെയിം തന്നെ ആയിരിക്കില്ല വരിക. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച സെയിം ലെങ്ത് തന്നെയല്ലേ വരിക. കാര്യം എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ബാർസ് സെയിം തന്നെയാണ് വരിക. 6.3 മീറ്റർ തന്നെയാണ്, 33 മീറ്റർ ആണ് ലെങ്ത്. പിന്നെ കണ്ടുപിടിക്കണ്ട. 6.33 മീറ്റർ ടോട്ടൽ ലെങ്ത് എന്ത് വരും? 6 × 6.33 38 മീറ്റർ വരും. 38 മീറ്റർ. അതേപോലെ ടോപ്പ് ബാർസ്, രണ്ട് സൈഡിലുള്ള ടോപ്പ് ബാർസ്, ബെൻഡ് പോർഷനകത്തുള്ള 2 സൈഡ്സ്. ടു സൈഡിലെ രണ്ട് ബാറിലുള്ള ടോപ്പ് ബാർസ് എത്രണ്ണം വരും? 6 തന്നെ വരും അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ ഡോട്ടഡ് ലൈൻസ് കാണിക്കുന്ന എല്ലാം എന്താണ്? ബെൻഡപ്പ് ചെയ്ത് മുകളിലെത്തിയ ബാറുകളാണ്. ബാറിന്റെ പോർഷൻ ആണ് നമ്മളെല്ലാം ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ എല്ലാം ബോട്ടത്തിലുള്ള ബാറുകളാണ്. ഈ ഡോട്ടഡ് ആയിട്ട് കാണിക്കുന്നത് നമ്മളുടെ തന്നിരിക്കുന്ന ആ ബോട്ട എലിവേഷൻ ഹയർ ആയിട്ട് വരുന്ന എല്ലാ ഹൈറ്റിലും കാണിക്കുന്ന ബാറുകളാണ് ഡോട്ടഡ് ആയിട്ട് കാണിക്കുക. അപ്പോൾ ഡോട്ടഡ് തന്നെയാൽ മതി. 1 2 3 4 5 6 രണ്ട് സൈഡിലും കൂടെ 6 ബാറുകൾ ഉണ്ടാവും. സെയിം ലെങ്ത് ആണ് 6.33, ടോട്ടൽ 38 മീറ്റർ വരും. ഇങ്ങനെയാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ലെങ്ത് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ ലെങ്ത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോട്ടം സെൻട്രൽ പോർഷനിലെ ബോട്ടം ബാർ ടോട്ടൽ ലെങ്ത് 76 മീറ്റർ കിട്ടി. ഒരെണ്ണത്തിന്റെ 12 ബാർ ഉണ്ട്, ഒരെണ്ണത്തിന്റെ ലെങ്ത് 6.33. അതായത് ഈ പോർഷനുള്ള ബാർ 12 ബാറുകൾ, ഓരോ ബാറിന്റെ ലെങ്ത് 6.33, ടോട്ടൽ ലെങ്ത് കിട്ടി. പിന്നെ നമ്മൾ എടുത്തത് രണ്ട് സൈഡിലുള്ള ബെൻഡ് പോർഷൻ താഴെയുള്ള ബോട്ടം ബാർ, മൊത്തം 6 ബാറുകൾ, ഒരെണ്ണത്തിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ടോട്ടൽ ലെങ്ത് കിട്ടി. പിന്നെ ടോപ്പ് ബാറുകൾ ടോട്ടൽ ലെങ്ത് കിട്ടി. അങ്ങനെയാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ ബാറുകൾ എത്രയാണുള്ളത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് കമ്പ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ലെങ്ത് ഓഫ് 6 mm dia distribution bars എന്ത് വരും? ടോട്ടൽ ലെങ്ത് 76 + 38 + 38 152 മീറ്റർ അല്ലേ? 152 മീറ്റർ കിട്ടും. പിന്നെ എഴുതുന്നത് വെച്ചാൽ യൂണിറ്റ് വെയിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ 0.22 kg/m ആണ്. യൂണിറ്റ് വെയിറ്റ് per meter for 6 mm dia bars എത്രയാണ്? 0.22 kg/m. ടോട്ടൽ വെയിറ്റ് നോക്കാം. ടോട്ടൽ വെയിറ്റ് ഓഫ് 6 mm dia distribution bars എന്ത് കിട്ടും? 152 മീറ്റർ മൾട്ടിപ്ലൈഡ് ബൈ വെയിറ്റ് പെർ യൂണിറ്റ് മീറ്റർ. 152 × 0.22 33.44 കിലോഗ്രാം വരും. 33.44 കിലോഗ്രാം മൊത്തത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ബാറിന്റെ വെയിറ്റ്. ഇനി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എന്താണ്? നമ്മൾ മെയിൻ ബാറിന്റെ വെയിറ്റ് കണ്ടുപിടിച്ചു 164.1 കിലോഗ്രാം. ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ ബാർസ്, ടോട്ടൽ വെയിറ്റ് ഓഫ് റീബാർസ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് മെയിൻ ബാർ 164.1 + 33.44 എന്ത് കിട്ടും? 197 സംതിങ് കിട്ടില്ലേ? 164.1 അല്ലേ? 197.54 കിലോഗ്രാം ആണ് നമ്മളുടെ ടോട്ടൽ വെയിറ്റ്. അതായത് ഏകദേശം 2 ടൺ അടുത്ത് വരും.
197.54 കിലോഗ്രാം. ഇതാണ് നമ്മളുടെ ടോട്ടൽ വെയിറ്റ് ഓഫ് ഓൾ ബാർസ്. അപ്പം ഇത് മനസ്സിലാക്കുക. നമ്മളുടെ എസ്റ്റിമേഷൻ കഴിഞ്ഞു. ഇനിയാണ് നമ്മളുടെ ഒരു മെയിൻ പാർട്ട്. ഈ എസ്റ്റിമേഷൻ മനസ്സിലായ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നത്. ഞാനൊരു 10 to 15 മിനിറ്റ്സ് വരെ എടുക്കേണ്ട വരും മിക്കവാറും. സാർ പറയും. സാർ ഇന്നെന്താ 2 മണിക്ക് എന്താ വെബിനാറിലുണ്ടോ? ഇല്ല, അങ്ങനെ തീർക്കും. ഒരു 140, 150 ഒക്കെ എന്തും തീർക്കാം. 145 ഒക്കെ എന്ത് തീർക്കാം. കാര്യം ഇന്നത്തെ കൊണ്ട് നമുക്ക് തീർത്താൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് പോർഷൻ നോക്കാമല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ടും കൂടിയാണ്. നമുക്ക് വേറൊരു ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പ്രശ്നം വരും. അപ്പം ഇതാണ് കാര്യം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യുക, അബ്സ്ട്രാക്ട് എടുക്കുക. അബ്സ്ട്രാക്ട് പ്രത്യേകം ഞാൻ പറഞ്ഞു തരുന്നില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. നമ്മളുടെ ടോട്ടൽ വെയിറ്റ് എടുക്കുക. അബ്സ്ട്രാക്റ്റിന്റെ ഒരു നോക്കിക്കോ. RCC ടോട്ടൽ നമുക്ക് 22.5 മീറ്റർ ക്യൂബ് ആണ് കിട്ടിയത്. RCCന്റെ യൂണിറ്റ് റേറ്റ് 7000 പെർ മീറ്റർ ക്യൂബ് ഒക്കെ ആയിരിക്കും റേറ്റ് വരിക. നിങ്ങളതൊരു നമുക്കൊരു സൈറ്റ് ഉണ്ടോന്ന് അറിയില്ല, ഞാൻ നോക്കട്ടെ. ഒരു ഇന്ത്യ മാർട്ട് എന്ന സൈറ്റ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ പ്രൊജക്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങളുടെ ഒക്കെ ഇപ്പം എന്തെങ്കിലും അഡിറ്റീവ്സ് എന്തെങ്കിലും നിങ്ങൾ കോൺക്രീറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിയോടെക് ആണ് ചെയ്യുന്നത്, അതിനകത്ത് വേണ്ട എന്തെങ്കിലും അഡിറ്റീവ്സോ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന സൈറ്റാണ് ഇന്ത്യ മാർട്ട് എന്ന് പറഞ്ഞാൽ. ഇന്ത്യ മാർട്ട് ഞാൻ നോക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സൈറ്റാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താണ് കണ്ടില്ല, ഇപ്പം റെഡി മിക്സ് കോൺക്രീറ്റിന്റെ റേറ്റ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. കണ്ടില്ലേ അവർ പറഞ്ഞിരിക്കുന്നത് 5200 മീറ്റർ പെർ ക്യൂബിക് മീറ്റർ. അപ്പോൾ അവരുടെ സപ്ലയർ നമ്പർ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കുക, ഈ സൈറ്റ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാം. ഇപ്പം എന്തെങ്കിലും ഫൈബേഴ്സ് വാങ്ങില്ല, അല്ലെങ്കിൽ സ്റ്റീലൊക്കെ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാം. എന്തെങ്കിലും ഫൈബേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ചിലവർ ഗ്ലാസ് പൗഡർ ഒക്കെ പറയുന്നുണ്ടല്ലോ, ഗ്ലാസ് പൗഡർ വാങ്ങാനൊക്കെ വിചാരിക്കാം. അത് കണ്ടില്ലേ, എല്ലാം അതിന്റെ എല്ലാ സപ്ലൈസിന് നമ്പറുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ അത് വെച്ച് റേറ്റ് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞത് ഏകദേശം നമ്മൾ ഇന്നലെ കാൽക്കുലേറ്റ് ചെയ്ത റേറ്റ് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസ് പെർ മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ആ റേറ്റ് നോക്കാം. നമുക്ക് ടോട്ടൽ എമൗണ്ട് എടുക്കുക. അതേപോലെ സ്റ്റീൽ ബാർസ് എത്ര കിൻഡലിൽ നോക്കുക, ഒരു കിൻഡലിന് എത്രയാണ് റേറ്റ് നോക്കുക. അതിന്റെ ടോട്ടൽ എടുക്കുക. 5% അതിൻ്റെ കൂടെ എക്സ്ട്രാ ചെയ്യുക, ഈ 5% ആഡ് ചെയ്യാൻ മറക്കരുത്. ഇതാണ് ഞാൻ ഇന്നലെ വരെ പറഞ്ഞ കാര്യം. അപ്പോൾ ഇത് അബ്സ്ട്രാക്ട് പ്രത്യേകം ഞാൻ പറയാത്തത് സിമ്പിൾ കാര്യമായതുകൊണ്ടാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ടോട്ടൽ കിട്ടിയ വാല്യൂവിന് ഓരോ മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി അതിന്റെ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ. അതാണ് ഷെഡ്യൂൾ ഓഫ് ബാർസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുവരെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ഒരു ടാബുലാർ ഫോമിലാക്കണം. അതാണ് ഷെഡ്യൂൾ ഓഫ് ബാർസ് എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് പോർഷൻ ആണ് ഈ ഷെഡ്യൂൾ ഓഫ് ബാർസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇത് ചെറിയൊരു പ്രോബ്ലം ആയതുകൊണ്ട് അധികം നമുക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല. ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ഓഫ് ബാർസ് ആയിരിക്കും. ഷെഡ്യൂൾ ഓഫ് ബാർ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു പ്രാക്ടിക്കൽ നിങ്ങൾ എവിടെയെങ്കിലും സൈറ്റ് എഞ്ചിനീയറായിട്ട് പോവുകയാണെങ്കിലോ ഒക്കെ ഇങ്ങനെ ഒരു ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആവശ്യമുണ്ടാവും. അപ്പം അത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക. അപ്പം എന്തൊക്കെയാണ് വേണ്ടത്? പഴയ പോലെ തന്നെ സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ബാർ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ബാർ, പിന്നെ ഷേപ്പിന്റെ അതിൻ്റെ ഒരു ഫിഗറിന്റെ ചെറിയ ഷേപ്പ് നമ്മൾ അതിനകത്ത് ഈ ഷെഡ്യൂൾ ബാറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ ലെങ്ത്, അതിന്റെ യൂണിറ്റ്, ഏത് യൂണിറ്റിന് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കുക. ടോട്ടൽ ലെങ്ത്തും വെയിറ്റും, ടോട്ടൽ ലെങ്ത്, ടോട്ടൽ വെയിറ്റ്. എന്തൊക്കെയാണ് നമ്മളുടെ ഇതിനകത്ത് വേണ്ടത്? സീരിയൽ നമ്പർ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ബാർ, അതിന്റെ ഷേപ്പ്, ആ ബാറിന്റെ ഷേപ്പ്, പിന്നെ ഓരോ ബാറിന്റെ ലെങ്ത്, എത്ര നമ്പേഴ്സ് ഉണ്ട് ഓരോ ബാറും, ടോട്ടൽ ലെങ്ത്, ടോട്ടൽ വെയിറ്റ്. അപ്പോൾ നമ്മൾ ഇനി അതിന്റെ സീരിയൽ നമ്പർ 1 എഴുതാം. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെയിൻ ബാറാണ്. മെയിൻ ബാർ സ്ട്രെയിറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് എഴുതണം 12 mm ഡയ, 12 mm ആണ്, 12 mm ഡയ ബാർ.
അതിൻ്റെ ഷേപ്പ് ജസ്റ്റ് നിങ്ങൾ വരയ്ക്കുക. നമ്മൾ സ്ട്രൈറ്റ് ബാറിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ഇതേപോലെയാണ് നമ്മൾ സ്ട്രൈറ്റ് ബാർ നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ബോട്ടത്തിൽ പോകുന്ന ബാറുകൾ, ഷോർട്ട് സ്പാൻ എല്ലാം പോകുന്ന ബാറുകൾ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഷേപ്പിലാണ് കൊടുക്കുന്നത്. അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ ലെങ്ത് വേണമെങ്കിൽ കാണിച്ചോളൂ. 3.22 മീറ്റർ ആണ്. ഈ മീറ്ററിലാണ് ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടിയത് നമ്മൾ നേരത്തെ സ്ട്രൈറ്റ് ബാർസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ. ഓക്കെ, ഈ ഹുക്കിന്റെ കൂട്ടണ്ട, ഈ ടോട്ടൽ ലെങ്ത് നോക്കിയാൽ 3.22 മീറ്റർ ആണ് കിട്ടിയത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ ലെങ്ത്, അതായത് ഈ ഇത് ഹുക്കില്ലാത്ത ലെങ്ത് ആണ് കേട്ടോ. ഇവിടെ മുതൽ ഇവിടം വരെ ലെങ്ത് മാത്രമാണ് 3.22. പിന്നെ ടോട്ടൽ ലെങ്ത് ഹുക്കും കൂടി കൂട്ടിയിട്ടുള്ള ലെങ്ത് പറഞ്ഞാൽ 3.44 മീറ്റർ ആണ് വരിക. എത്ര നമ്പേഴ്സ് ഉണ്ട് നമുക്ക്? ആദ്യം കിട്ടിയത് 27 നമ്പേഴ്സാണ് കണ്ടല്ലോ കിട്ടിയത്. 27 നമ്പേഴ്സ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് കിട്ടിയത് നമുക്ക് 92.9. ടോട്ടൽ വെയിറ്റ് കിട്ടിയത് എത്രയാണ്? അത് ഒന്നില്ലെങ്കിൽ ഇവിടെ എഴുതാം, അല്ലെങ്കിൽ രണ്ട് ഒരേപോലത്തെ ബാർ നോക്കി എഴുതിയാൽ മതി. നെക്സ്റ്റ് ഇതേപോലെ മെയിൻ ബാർസ്, അത് ബെൻഡപ്പ് ബാർസ് ആണ്. ബെൻഡപ്പ്, അതും 12mm ഡയ ആണ്. 12mm ഡയ. അതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ബെൻഡപ്പ് ബാർസിന്റെ ഷേപ്പ് നമ്മളുടെ കൊടുത്തിരിക്കുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഷേപ്പ് മെൻഷൻ ചെയ്യാം. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. 8 സെന്റിമീറ്റർ ആണ് നമ്മളുടെ ഡി ബെൻഡപ്പ് ചെയ്യുന്ന ഹൈറ്റ്. പിന്നെ നടുവിലുള്ള ലെങ്ത് 2 മീറ്റർ ആണ്. പിന്നെ പുറത്തേക്ക് നിൽക്കുന്നത് ബെൻഡപ്പ് പോർഷന്റെ ലെങ്ത് രണ്ട് സൈഡിൽ ആഡ് ചെയ്യാം. 0.61 മീറ്റർ. ഇതാണ് നമ്മുടെ ഷേപ്പ്. അപ്പോൾ ഇത് നമ്മൾ മെൻഷൻ ചെയ്യാം. പിന്നെ വരുന്നത് അതിന്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്രയാവുന്നത്? ബെൻഡപ്പ് ബാർസിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ബാറിന്റെ ടോട്ടൽ ലെങ്ത് 3.52 മീറ്റർ. അതായത് 3.52. നമ്പർ ഓഫ് ബാർസ് 26. ടോട്ടൽ വെയിറ്റ് അപ്പോൾ 91.52. ടോട്ടൽ ലെങ്ത് 91.52 മീറ്റർ കിട്ടും. എന്നിട്ട് ഇത് രണ്ട് സെയിം ബാറുകളാണല്ലോ. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ മതി. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ 184.4 മീറ്റർ ആണ് വരിക. ഇതിന്റെ യൂണിറ്റ് വെയിറ്റ് എത്രയാണ്? 0.89 കിലോഗ്രാം. അതായത് 0.89 കിലോഗ്രാം പെർ മീറ്റർ. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്ത് കിട്ടും? 164.1 കിലോഗ്രാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാം? തേർഡ് സീരിയൽ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? സിമ്പിൾ കാര്യമാണ്. അതിന്റെ ആ ഫിഗർ ഇൻക്ലൂഡ് ചെയ്യണം. എങ്ങനെയാണ് ടാബ്ല ഫോമിലേക്ക് എഴുതേണ്ടത്? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ ആയിരിക്കും ചോദിക്കാം. ഷെഡ്യൂൾ ഓഫ് ബാർസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറയും തേർഡ് ബാർ എന്താണ് ഷെഡ്യൂൾ ബാർ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. ഡിസ്ട്രിബ്യൂഷൻ ബാർസ് അതിന്റെ ഷേപ്പ് എന്താണ്? സാധാ പോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാർസ് എല്ലാ ബാർസിന്റെ ഷേപ്പ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ബാർ ബോട്ടത്തിലുള്ളൊരു ഷേപ്പ് വേറെയാണ്, ടോപ്പിലുള്ള ഷേപ്പ് വേറെ ആയിരിക്കും. ബോട്ടത്തിൽ ഇങ്ങനെ ആയിരിക്കും ഷേപ്പ് വരിക. അതിന്റെ ലെങ്ത് 6.22 ആണ് എഴുതേണ്ടത്. ടോട്ടൽ ലെങ്ത് ഇൻക്ലൂഡിങ് ഹുക്ക് 6.33 വരും. 18 നമ്പേഴ്സ് കിട്ടി നമുക്ക് അല്ലെ? ഡിസ്ട്രിബ്യൂഷൻ ബാർസ് നമുക്ക് 18 നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെയാണ്? സെൻട്രൽ പോർഷനുള്ള 12ഉം പിന്നെയുള്ള ബോട്ടം പോർഷനുള്ള 6ഉം. എല്ലാ ബോട്ടത്തിന്റെയും ഒരേ ഷേപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് എഴുതുന്നത്. സെൻട്രൽ പോർഷൻ ഉള്ളത് വരും, നമ്മൾ ബെൻഡപ്പ് പോർഷൻ്റെ താഴെ വരുന്ന ബോട്ടത്തിൽ വരുന്ന വരും. അതായത് എല്ലാ ബോട്ടത്തിലുള്ള ബാർസിന്റെ ഷേപ്പ് ഒരേപോലെ ആയിരിക്കും. നമുക്ക് ടോട്ടൽ ലെങ്ത് കിട്ടും 18 × 6.33 114 മീറ്റർ കിട്ടും. അത് നമ്മളുടെ ലെങ്ത് വരും. പിന്നെ ഉള്ളത് ഡിസ്ട്രിബ്യൂഷൻ ബാർസ്, ടോപ്പിൽ കൊടുക്കേണ്ട ഡിസ്ട്രിബ്യൂഷൻ ബാർസ്. അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും, നേരെ തലയിൽ വരും. ടോട്ടൽ ലെങ്ത് സെയിം തന്നെ ആയിരിക്കും, ഷേപ്പ് മാത്രം മാറും. എല്ലാം സെയിം ആണ്. എത്ര ബാർ ഉണ്ടാവും? ടോപ്പിൽ കൊടുക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാർ 1 2 3 4 5 6 6 ബാറുകൾ. ഓരോന്നിന്റെ ടോട്ടൽ ലെങ്ത് അപ്പം എന്ത് കിട്ടും? 6 × 6.33 38 മീറ്റർ കിട്ടും. ടോട്ടൽ ലെങ്ത് എന്താ വരിക? കാൽക്കുലേറ്റ് ചെയ്തിരിക്കോ.
പ്ലസ് 152 മീറ്റർ കിട്ടും. യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0.22 കിലോഗ്രാം പെർ മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് എന്താ കിട്ടുക? 52 മൾട്ടിപ്ലൈഡ് ബൈ 0.22 33.44 കിലോഗ്രാം. ഇതാണ് നമ്മുടെ യൂണിറ്റ് വെയിറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഷെഡ്യൂൾ ഓഫ് ബാർസ് എന്ന് പറയുന്ന കാര്യം. അതായത് നോക്കിയാൽ മതി, ഓരോ ബാറും എഴുതുക, അതിൻ്റെ ഷേപ്പ്, ലെങ്ത്, നമ്പർ ഇതൊക്കെ നമ്മൾ ഒരു ടാബുലർ ഫോമിലേക്ക് എഴുതുക. അപ്പോൾ ഷെഡ്യൂൾ ഓഫ് ബാർസ് എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഷെഡ്യൂൾ ഓഫ് ബാർസ് പ്രിപ്പയർ ചെയ്തതിൽ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യും. ഷെഡ്യൂൾ ഓഫ് ബാർസ് പ്രിപ്പയർ ചെയ്തെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്തോ. ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. സിമ്പിൾ ടോപ്പിക്കാണ്. പക്ഷേ ഇത് നിങ്ങൾ കുറച്ചും കൂടി ഇപ്പോൾ ഒരു റീഇൻഫോഴ്സ്മെന്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് വരുന്ന ഒരു സ്ട്രക്ചറിൽ ഷെഡ്യൂൾ ബാർസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അത് നിങ്ങൾക്ക് തൽക്കാലം ക്വസ്റ്റ്യൻ ചോദിക്കില്ലായിരിക്കും. ഒന്നില്ലെങ്കിൽ സ്ലാബ്, ബീം അല്ലെങ്കിൽ കോളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ ബാർസ് എന്ന് പറഞ്ഞ കാര്യം. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് എന്ത്, ഈ പോർഷൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു, RCC വർക്ക്സിന്റെ കാര്യം. RCC വർക്ക്സ് എക്സ്ക്ലൂഡിങ് സ്റ്റീൽ ആൻഡ് ഇറ്റ്സ് ബെൻഡിങ് ബട്ട് ഇൻക്ലൂഡിങ് സെൻറ്ററിങ് ആൻഡ് ഷട്ടറിങ്. അതായത് നമ്മളിപ്പോൾ കോൺട്രാക്ടർക്ക് ഈ റേറ്റ് പറയുന്നത്, നമ്മളുടെ റേറ്റ് പ്രിപ്പയർ ചെയ്തതിൻ്റെ അബ്സ്ട്രാക്റ്റിൽ ഈ 7,000 പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എൻ്റെ സെൻറ്ററിങ്, കോൺക്രീറ്റ്, എൻ്റെ സെൻറ്ററിങ്, ഷട്ടറിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 7,000 പറയുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്യാതെ കോൺക്രീറ്റ് മെറ്റീരിയലിൻ്റെ മാത്രം വെയിറ്റ് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഷട്ടറിങ്ങിൻ്റെയും സെൻറ്ററിങ്ങിൻ്റെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, അതിനൊരു റേറ്റ് ഉണ്ടാവും, അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മളുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ 6/3 ആണ്. 6 മീറ്റർ സ്പാൻ ബൈ 3 മീറ്റർ സ്പാൻ ആണ് സെൻറ്ററിങ് ആൻഡ് ഷട്ടറിങ്. അത് എത്ര അതിൻ്റെ നോക്കുക, ഓരോന്നിൻ്റെ റേറ്റ് ഇപ്പോൾ എത്രയെന്ന് നോക്കുക. അപ്പോൾ 200 ക്വസ്റ്റ്യൻ ഉണ്ടാവും 200 പെർ മീറ്റർ സ്ക്വയർ. അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഈ നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സെൻറ്ററിങ് ആൻഡ് ഷട്ടറിങ് ഇൻക്ലൂഡിങ് കോസ്റ്റ് കോൺട്രാക്ടർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോസ്റ്റേജ് ആണ്. ഇപ്പോൾ കോൺട്രാക്ടർ എന്താണ് പറയുക, ആ സെൻറ്ററിങ് ആൻഡ് ഷട്ടറിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റേറ്റ് പറയാം. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ 5% ഓവർലാപ്പിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 5%, നമ്മുടെ അവിടെ തൽക്കാലം ഓവർലാപ്പിംഗ് വരുന്നില്ല. കാര്യം എന്താണ്, എല്ലാം 6 മീറ്റർ ആണൊക്കെ മാക്സിമം സ്പാൻ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഓവർലാപ്പിംഗ് വരുന്നില്ല. അപ്പോൾ ഒരു 10, 20, 30 മീറ്റർ ഒക്കെ വരികയാണെങ്കിൽ ഓവർലാപ്പിംഗ് വരും. അപ്പം അങ്ങനത്തെ കേസുകളിൽ 5% സ്റ്റീലിൻ്റെ ക്വാണ്ടിറ്റി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ജനറൽ നോട്ട്സ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ക്ലാസ്സിൽ ആർക്കും മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അരുണിമ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല സർ, മനസ്സിലായി. ഇത്രയുള്ള നമ്മളുടെ ഈ ബാർബെൻഡിങ് ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് നമ്മളുടെ ഈ ബാർബെൻഡിങ് ഷെഡ്യൂളിലാണ് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കേണ്ടത്. ഇങ്ങനെയാണ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. അവരുടെ ഷേപ്പ് വരയ്ക്കുക, ഓരോന്നിൻ്റെ ലെങ്ത് സെപ്പറേറ്റ് എടുക്കുക. അങ്ങനെയൊക്കെയാണ് ബാർബെൻഡിങ് ഷെഡ്യൂൾ വരുന്നത്. അപ്പം ഇത് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. Sir, Rusna will present.